Today we are discussing a very important ratio from your examination point of view. That is fixed assets to net worth ratio. Fixed assets to net worth ratio. പേര് കേൾക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് ദിസ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടു കമ്പോണൻസ് വിൽ ബി ഫിക്സഡ് അസറ്റ്സ് ആൻഡ് നെറ്റ് വർത്ത്. സോ വി ക്യാൻ സേ ദാറ്റ് this ratio shows the relationship between fixed assets and net worth. നെറ്റ് വർത്തിനെ നമുക്ക് എന്തൊക്കെ പറയാം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം, പ്രൊപ്പറൈറ്റേഴ്സ് ഫണ്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം. റൈറ്റ്. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത്. സോ ദ റേഷ്യോ വിൽ ബി ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. സോ വാട്ട് ഈസ് ദ objective of this ratio? This ratio is calculated for the purpose of knowing the extent of proprietors fund invested in fixed assets. രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ഫിക്സഡ് അസറ്റ്സും നെറ്റ് വർത്തും അല്ലേ. അപ്പോൾ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നെറ്റ് വർത്ത് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ് is shown by this ratio. For example, ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1 crore rupees ആണ്. സപ്പോസ് യു കാൽക്കുലേറ്റഡ് ദ റേഷ്യോ ആൻഡ് യു ഗോട്ട് 0.8 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റേഷ്യോ? ടോട്ടൽ 1 crore rupees ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ദർ, നെറ്റ് വർത്ത് ഈസ് ദർ, ഓഫ് വിച്ച് 80%, 80 lakhs is invested in fixed assets. അല്ലെങ്കിൽ 80% of the shareholders fund is used for purchasing fixed assets, used for financing fixed assets. So shareholders ഫണ്ടിൻ്റെ ബാക്കി 20% എവിടെ പോയി? ബാക്കിയുള്ള 20% എവിടെ പോയി? That is invested in working capital. Clear no? So it reveals the percentage of owners fund invested in fixed asset, remaining shareholders fund, proprietors fund net worth is invested in working capital. The standard fixed assets to net worth ratio is 0.6 to 0.65. Means what? ഫിക്സഡ് അസറ്റ്സ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 60% തൊട്ട് 65% വരെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. ബാക്കി 40% തൊട്ട് അല്ലെങ്കിൽ 35 to 40% ഷുഡ് ബി യൂസ്ഡ് ഫോർ ഫൈനാൻസിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഫേം. സോ ദിസ് ഈസ് എ റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് മീൻസ് ജനറലി ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ്. അറ്റ് ലീസ്റ്റ് 60 to 65% should be used for financing fixed assets by using the shareholders fund. Remaining should be utilized for working capital requirements of the concern. So the interpretation is also clear to you. If the ratio is 0.8, what is the meaning? 80% of the shareholders fund is used for purchasing fixed assets. Remaining 20% is used for financing the working capital of the firm. Now suppose if you got the ratio which is more than 1 ആണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഗോട്ട് 1.2. റേഷ്യോ കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ദ ന്യൂമറേറ്റർ വിൽ ബി ഇൻക്രീസിങ്. So fixed asset is more than that of the owners fund, equity shareholders fund or net worth or proprietors fund അല്ലേ. അപ്പോൾ 1.2 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? 100% of the shareholders fund is utilized for financing the fixed asset. എന്നിട്ടും തികഞ്ഞില്ല. 20%, 0.2 again used from outsiders for financing the fixed asset. If the ratio is more than 1, it means outsiders funds have also used for acquiring a portion of fixed assets. ഇപ്പോൾ ഈ റേഷ്യോനെ നമുക്ക് പ്രൊപ്പോർഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. നോർമലി
leverage ratios are used to express in proportion. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 0.6 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അതിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? 0.6:1. 0.65 ആണെങ്കിൽ 0.65:1 അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. 0.6 ആണെങ്കിൽ 60%, 0.7 ആണെങ്കിൽ 70%. 70% ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ്. റിമൈനിങ് 30% ഈസ് യൂസ്ഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കൺസേൺ. അങ്ങനെയാണ് ഈ റേഷ്യോനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. റേഷ്യോ മോർ ദാൻ 1 ആകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 100% ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനേക്കാളും കൂടുതലാണ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് ഫൈനാൻസ്ഡ് ബൈ യൂസിങ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ലോൺ ആയിരിക്കും, റൈറ്റ്? സോ അത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ റേഷ്യോ? ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ. ഇക്വേഷൻ ഈസ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് മൈനസ് fictitious assets. So that's enough for today. And standard fixed asset to net worth ratio is 0.6 to 0.65, right? So we can stop it.